സംസ്ഥാനത്താദ്യമായി തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിൽ അത്യാധുനിക കോർപ്പറേറ്റ് ഓഫീസ് മാതൃകയിലുള്ള AC ക്ലാസ് റൂമുകൾ ഒരുങ്ങുന്നു. ഹൈടെക് ക്ലാസ് റൂം പദ്ധതി ഈ മാസം 12-ന് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച ഹൈടെക് ക്ലാസ് റൂം പദ്ധതിയിൽ 9.88 കോടി രൂപ ചിലവിൽ 7 സർക്കാർ സ്കൂളുകളിലായി 92 ക്ലാസ് റൂമുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചു. 75 പ്രൊഫഷണൽ LED മോണിറ്റർ, കമ്പ്യൂട്ടർ, UPS എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് റൂമുകൾ, മൈക്ക് വിത്ത് ഹെഡ്ഫോൺ, എക്സിക്യൂട്ടീവ് കസേര, ബാക്ക് ട്രേ, ടീച്ചേഴ്സ് ടേബിൾ, ചെയർ എന്നിവ ഉൾപ്പെടുന്നതാണ് ഓരോ ക്ലാസ് റൂമും. ഇത് മാത്രമല്ല, വാതിലുകൾ, ജനലുകൾ, സീലിംഗ് വർക്ക്, ആർട്ട് പെയിന്റിംഗ് വർക്ക്, ഇലക്ട്രിഫിക്കേഷൻ വർക്ക്, ഇതെല്ലാം ഈ ഹൈടെക് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് വരും. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായിട്ട് സർക്കാർ സ്കൂളുകളിൽ 92 ക്ലാസ് മുറികൾ 7 സ്കൂളുകളിലായിട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത്യാധുനിക കോർപ്പറേറ്റ് ഓഫീസ് മാതൃകയിലാണ് AC ക്ലാസ് റൂമുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രൻ MLA-യുടെ ശ്രമഫലമായിട്ടാണ് ജില്ലയിൽ ആദ്യമായി പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് സർക്കാർ സ്കൂളുകളിൽ ഇത്തരം സംവിധാനം ഒരുങ്ങുന്നതെന്ന് MLA പറഞ്ഞു. ഹൈടെക് ക്ലാസ് റൂം പദ്ധതി ഈ മാസം 12-ന് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തത്സമയം ജിബിൻ JB ഉണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ സ്കൂളുകളിലെ ഒക്കെ ഈ സ്മാർട്ട് സംവിധാനങ്ങൾ, ഈ പറഞ്ഞതൊക്കെ അല്ലാതെ മറ്റെന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു? നമ്മളൊക്കെ മുൻപ് ഈ ഹോളിവുഡ് ചിത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളും AC ക്ലാസ് റൂമുകളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടം എന്ന് പറയും, കഴക്കൂട്ടം മണ്ഡലം എന്ന് പറയുമ്പോൾ ഒട്ടനവധി IT പാർക്കുകൾ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ വന്ന് താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഇൻ്റർനാഷണൽ സ്കൂളുകളൊക്കെ തന്നെ ഈ പ്രദേശത്ത് പല ഭാഗത്തായിട്ട് ഉണ്ട്. അതിനൊക്കെ ഒരു കടുത്ത വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് കഴക്കൂട്ടം MLA ആയ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി താല്പര്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള 92, ഇപ്പോൾ 7 സ്കൂളുകളിലെ 92 ക്ലാസ് റൂമുകളാണ് അദ്ദേഹം ഇത്തരത്തിൽ ഹൈടെക് ആക്കിയിരിക്കുന്നത്. സവിശേഷതകൾ ഏറെയാണ്. ഓരോ ക്ലാസ് റൂമിലും 75 ഇഞ്ച് വരുന്ന മോണിറ്ററൊക്കെ തന്നെയുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ വിരൽ ഉപയോഗിച്ച്, നമ്മുടെ സാധാ ചോക്കൊക്കെ ഉപയോഗിച്ച് ബോർഡിൽ എഴുതുന്നത് പോലെ തന്നെ നമുക്ക് അതിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും അവരുടെ ബാഗ് ഉൾപ്പെടെ വയ്ക്കുന്ന രീതിയിലുള്ള കബോർഡ്, ചെയറും, അങ്ങനെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള അത്യാധുനിക രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം തീയതിയാണ് ഈ ഒരു ക്ലാസ് റൂമിൻ്റെയൊക്കെ തന്നെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഇത് അത്യാധുനികമായിട്ടുള്ള ക്ലാസ് റൂമുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണെങ്കിലും സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ നിലയും കൂടി നമ്മളിപ്പോൾ പരിശോധിക്കണം. പല ക്ലാസ്സുകളിലും ഇതൊന്നും തന്നെ, അതായത് സ്മാർട്ട് ക്ലാസ് റൂമുകൾക്ക് ക്രമീകരിച്ചിട്ടുള്ള പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പല സ്കൂളുകളിലും വർക്ക് ചെയ്യാത്ത സാഹചര്യമാണ്. പല സ്കൂളുകൾക്കും കൊടുത്തിട്ടുള്ള ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറിലും ഒക്കെ തന്നെ വർക്ക് ചെയ്യാത്ത രീതിയിൽ, അതിനെ ഒന്ന് നവീകരിച്ചെടുക്കുന്നതിന് പോലും ആരും ശ്രമിക്കാത്ത രീതിയിൽ അതെല്ലാം തകർന്ന മട്ടിലാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ എല്ലാ ജില്ലയിലും തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അന്ന് തന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും പലതും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാനായിട്ടൊക്കെ തന്നെ പല വിദ്യാർത്ഥികളും അന്യനാടൊക്കെ തേടി പോകുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇനി എന്തെങ്കിലും നമ്മുടെ നാട് കാണുമ്പോൾ അവർക്കും തിരിച്ചു വരണമെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ഇത്തരത്തിൽ അത്യാധുനിക രീതിയിൽ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മാതൃകയിൽ തന്നെ ഇതൊക്കെ തന്നെ സജ്ജീകരിച്ചെടുത്തിരിക്കുന്നത്.